ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രിൻ്റർ എങ്ങനെ ആഡ് ചെയ്യാം, വിൻഡോസ് 10-ലാണെങ്കിലും 7-ലാണെങ്കിലും എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയും അൺഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയും ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രിൻ്റർ നമ്മൾക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നും കൂടിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പ്രിൻ്റർ ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടാവും, നെറ്റ്വർക്ക് പ്രിൻ്റർ. അപ്പോൾ ആ പ്രിൻ്റർ നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ചെയ്യാം. ആദ്യം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഡിഫോൾട്ടായിട്ട് വരുന്നൊരു മോഡലാണ്, ഇതാണ്. ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കാറ്റഗറി ലാർജ് ഐക്കൺ സ്മോൾ ഐക്കൺ വരും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്ന ലാർജ് ഐക്കൺ ആണ്. ഓക്കെ, ഇതിൽ ഡിവൈസ് ആൻഡ് പ്രിൻ്റേഴ്സ് എന്നിട്ടുണ്ടാവും ഇവിടെ. ഈ ഡിവൈസ് ആൻഡ് പ്രിൻ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണക്ട് ആയിട്ടുള്ള പ്രിൻ്ററെല്ലാം ഇതിൽ കാണിക്കും. എനിക്ക് ഈ പ്രിൻ്ററാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. പ്രിൻ്റർ ആഡായി. അത് ആഡ് ചെയ്താൽ ഇവിടെ വരും. ഇതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത പ്രിൻ്റർ. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് റൈറ്റ് ക്ലിക്ക് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്താൽ ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനാണ്. നമ്മളിത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് പ്രിൻ്റ് വരും. ഓക്കെ, എന്നിട്ട് ഈ പ്രിൻ്ററല്ലേ നമ്മൾക്ക് വേണ്ടതാണെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് റിമൂവ് ആവും, ഡിലീറ്റ് ആവും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ പ്രിൻ്റർ പോയി. അതല്ല, നമ്മൾക്ക് വേറെ പ്രിൻ്ററാണ് വേണ്ടെങ്കിൽ വേറെ കൂടി പ്രിൻ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണാണെങ്കിൽ ഓക്കെ, അതാണ് ആഡ് ചെയ്യുന്നതും അതേപോലെ അതിനെ ഒഴിവാക്കുന്ന മെത്തേഡ് രീതി അതാണ്. അതേപോലെ നമ്മൾക്ക് ആ പ്രിൻ്റർ അല്ല വേണ്ടേ, വേറെ പ്രിൻ്ററും കൂടി ഇവിടെ ഉണ്ട്, അതും കൂടി നമ്മൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പം എനിക്ക് വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ചെയ്ത രണ്ടാമത്തെ പ്രിൻ്ററാണിത്. ഇതിവിടെ വന്നിട്ടുണ്ട്. ഇതും അതേപോലെയാണ്. നമുക്ക് ടെസ്റ്റ് പ്രിൻ്റ് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ടെസ്റ്റ് പ്രിൻ്റ് കൊടുക്കാം, വേണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസിലാണ് 7-ലാണെങ്കിലും 10-ലാണെങ്കിലും ഇതാണ് പ്രിൻ്റർ ആഡ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് പ്രിൻ്റർ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ ബൈ.